ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി മലയാളം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മുസ്ലിം പണ്ഡിതൻ തന്റെ പ്രസംഗത്തിനിടയിൽ വിശ്വാസി സമൂഹത്തിനോടായിട്ട് ഈ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അക്രമങ്ങളും തോന്നിവാസങ്ങളും തെമ്മാടിത്തരങ്ങളും തിന്മകളും ഒക്കെ നടക്കാറുണ്ടെന്നും അതുകൊണ്ട് വിശ്വാസി സമൂഹം, പ്രത്യേകിച്ച് മാതാപിതാക്കൾ, നമ്മുടെ മക്കളാരും അത്തരം ആഘോഷങ്ങളുടെ, അത്തരം അക്രമങ്ങളുടെ, അതുപോലെയുള്ള തിന്മകളുടെ ഒന്നും ഭാഗമാകുന്നില്ല, അത്തരം തെമ്മാടിത്തരങ്ങളിലേക്കൊന്നും അവർ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും മക്കളെ ന്യൂ ഇയർ ആഘോഷങ്ങളിലേക്ക് പറഞ്ഞയക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗം എടുത്തു വെച്ചുകൊണ്ട് ഫസൽ കാരാട്ട് എന്ന ഒറ്റുകാരൻ മുസ്ലിം സമുദായത്തെയും ആ പണ്ഡിതനെയും അടക്കം മുഴുവൻ മുസ്ലിങ്ങളെയും മറ്റുള്ളവർക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ഈ സമുദായത്തെ ആക്രമിക്കാൻ പാകത്തിൽ വഴി വെട്ടിക്കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവൻ ചെയ്ത ആ വീഡിയോയ്ക്കെതിരെ നമ്മൾ ഒരു കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ആ പ്രസംഗത്തിൽ ആ മതപണ്ഡിതൻ എന്താണോ പറഞ്ഞത്, എത്രത്തോളം അർത്ഥവത്തായ കാര്യങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞതെന്ന് ശരിവെക്കുന്ന രീതിയിലാണ് പല വാർത്തകളും പുറത്തു വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 വാർത്തകൾ നിങ്ങളുമായി ഷെയർ ചെയ്യലാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. നമുക്കാദ്യം പ്രധാനപ്പെട്ട ആ 3 വാർത്തകളുടെ പ്രസക്തമായ ചില ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, എന്റെ ഖിലാഫുള്ള ചെറുപ്പക്കാരാ, തെമ്മാടിത്തരങ്ങൾ ചെയ്യല്ലേ, ഹറാമുകൾ ചെയ്യല്ലേ, തിന്മകൾ വലിച്ചെറിയണേ. നിങ്ങൾ കേട്ടില്ലേ? ഒരാഘോഷവും പാടില്ല. അത്തരത്തിൽ തന്നെയാണ് ഇത്തരം ആളുകൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ കേട്ടില്ലേ? അതായത് വിളിച്ചു പറയാണ്, ഡാൻസ്, പേക്കൂത്തുകൾ, തമ്മാടിത്തമാണ് പോലും നമ്മുടെ കേരളത്തിൽ ന്യൂ ഇയർ പ്രോഗ്രാമുമായിട്ട് നടക്കുന്നത് എന്ന്. പുതുവർഷ ആഘോഷത്തിനായി വിദ്യാർത്ഥിനിയെ ഫോർട്ട് കൊച്ചിയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. പിടിയിലായിരിക്കുന്നത് പേഴയ്ക്കാപ്പള്ളി പ്ലാക്കുടിയിൽ അഷ്കർ എന്നയാളാണ്. ഇയാൾ മുമ്പും പോക്സോ കേസിലെ പ്രതിയെന്ന് പോലീസ് പറയുന്നു. രാവിലെ നമ്മൾ ഈ സംസാരം തുടങ്ങുന്ന സമയത്ത് തന്നെ തൃശ്ശൂരിൽ ഇന്നലെ രാത്രി ഉണ്ടായ കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് നൽകണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഒരു പുതുവർഷ പുലരിയിൽ ഇത്രയും നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കുന്ന ഒരു വാർത്തയുമായി തുടങ്ങേണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അല്പം വൈകി ആ അപ്ഡേറ്റിലേക്ക് വന്നത്. 14-കാരനാണ് ഇന്നലെ ഒരു കൊലപാതകം നടത്തിയത്. വരുന്ന ഒരു വാർത്തയിലേക്ക്, കൊച്ചിയിൽ ഓടുന്ന കാറിൽ നിയമം കാറ്റിൽ പറത്തിയുള്ള അഭ്യാസ പ്രകടനങ്ങൾ. പുതുവർഷ രാത്രിയിൽ കൊച്ചി മറൈൻ ഡ്രൈവിലാണ് യുവാക്കളുടെ അഭ്യാസ പ്രകടനം നടന്നത്. കാറുകൾ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. തമ്മാടിത്തരമാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്ന സകലരും ചെയ്യുന്നത് എന്ന ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? തെമ്മാടിത്തരമാണ് പോലും. ഈ ആഘോഷങ്ങൾ എന്ന പേരിൽ, ഈ ന്യൂ ഇയർ ആഘോഷങ്ങൾ എന്ന പേരിൽ നാട്ടിൽ നടക്കുന്നത് മുഴുവൻ തെമ്മാടിത്തരങ്ങളാണ്, അക്രമങ്ങളാണ് എന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്. ഇസ്ലാം മത പണ്ഡിതന്മാർ ആ രീതിയിലുള്ള ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത് പറയാൻ അവർക്ക് ഒരു എളുപ്പമില്ല. നിങ്ങൾ കേട്ടില്ലേ എന്നാണ് ഫസൽ കാരാട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ ഫസൽ കാരാട്ടെ, ഈ നടന്ന 3 സംഭവങ്ങളും പിന്നെ തെമ്മാടിത്തരമല്ലെങ്കിൽ, അക്രമമല്ലെങ്കിൽ, തോന്നിവാസങ്ങളല്ലെങ്കിൽ, അങ്ങേയറ്റത്തെ തിന്മകളല്ലെങ്കിൽ പിന്നെ എന്താണ് നീ ഇതിനെക്കുറിച്ച് കാണുന്നത്? ആർഷഭാരത സംസ്കാരമാണോ, അതോ സനാതന ധർമ്മമാണോ ഈ നടന്നത്? നീ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? നിനക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാനില്ലേ? ഒരു മുസ്ലിം പണ്ഡിതൻ വളരെ അർത്ഥവത്തായ രീതിയിൽ ദീർഘവീക്ഷണത്തോടുകൂടി തന്റെ വിശ്വാസി സമൂഹത്തിനോട് അവർക്കൊരു ഉപദേശം എന്ന നിലയിൽ, ഒരു നസീഹത്ത് എന്ന നിലയിൽ, നിങ്ങൾ ഇത്തരം അപകടകരമായ ആഘോഷങ്ങളിലേക്ക് പോകാൻ പാടില്ല, ഇത്തരത്തിൽ ലഹരി ഒഴുകുന്ന, മദ്യമൊഴുകുന്ന, സ്ത്രീപീഡനങ്ങൾ അരങ്ങേറുന്ന, കത്തിക്കുത്തുകൾ നടക്കുന്ന, അങ്ങേയറ്റം സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമാവാൻ പാടില്ല എന്ന് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ നീ അതിനെതിരെ ആ പണ്ഡിതനെ ആക്ഷേപിച്ചുകൊണ്ട്, ആ മുസ്ലിം സമുദായത്തെ ആക്ഷേപിച്ചുകൊണ്ട് അങ്ങേയറ്റം മോശമായി, വളരെ രൂക്ഷമായി വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തവനാണ് നീ. നിനക്കിപ്പോ ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ? ന്യൂ ഇയർ കഴിഞ്ഞു, അതിന്റെ ആഘോഷങ്ങൾ കെട്ടടങ്ങിയപ്പോൾ തന്നെ പലതരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു, യുവാവ് കുത്തേറ്റ് മരിച്ചിരിക്കുന്നു, നാട്ടിൽ പലതരത്തിലുള്ള അക്രമങ്ങൾ അരങ്ങേറിയിരിക്കുന്നു, അവർക്ക് തോന്നിയ പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയിരിക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് ആ പണ്ഡിതൻ വളരെ കൃത്യമായി പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഒരാഘോഷങ്ങളിലേക്കും പോകാൻ പാടില്ല. ഇസ്ലാം മതത്തിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു മതമാണ്. നീ വിചാരിക്കുന്ന പോലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിന്റെ വിശ്വാസധാര എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പള്ളിയിൽ പോവുക, നിസ്കരിക്കുക, ഖുർആൻ ഓതുക, ഹജ്ജിന് പോവുക, നോമ്പ് പിടിക്കുക, ഇങ്ങനെ കുറെ ആരാധനകളിൽ മാത്രം മുഴുകി ജീവിക്കുന്നവരാണ് മുസ്ലിങ്ങളെന്നും അത്തരത്തിലുള്ളൊരു ജീവിത രീതിയാണ് ഇസ്ലാം മുമ്പോട്ട് വെക്കുന്നതെന്നുമാണ് നിന്നെപ്പോലുള്ള ഊളകളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ എത്രയോ വിഭിന്നമാണ് ഇസ്ലാമിന്റെ രീതികൾ, ഇസ്ലാമിന്റെ വഴികൾ.
പരിശുദ്ധമായ ഇസ്ലാം ഒരു മതം മാത്രമല്ല, അത് വളരെ കൃത്യമായ ഒരു സാമൂഹിക വ്യവസ്ഥ കൂടിയാണ്. അതുകൊണ്ടാണ് മനുഷ്യരെ ആക്രമിക്കുന്ന, മനുഷ്യരുടെ സ്വൈര്യം കെടുക്കുന്ന, അവരുടെ ഉറക്കം കെടുക്കുന്ന, അവരുടെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന ആഘോഷങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം അതിനെല്ലാം വിലക്കിയതും അതിനെല്ലാം നിരോധിച്ചതും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷ പ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയും അത് വീണ്ടും നമ്മുടെ നാട്ടിൽ വലിയ രീതിയിലുള്ള ചർച്ചയായി മാറുകയും ചെയ്തു. അതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പലതരത്തിലുള്ള പ്രതികരണങ്ങളും പലരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വിഷയത്തിലും ഫസൽ കാരാട്ട് മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. ആരൊക്കെയോ ഈ നിമിഷ പ്രിയ കൊല്ലപ്പെടണമെന്നും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണമെന്ന രീതിയിലൊക്കെ അത്ര മോശമല്ലാത്ത രീതിയിൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെയുള്ള ചില കമന്റുകൾ ആരൊക്കെയോ ചെയ്തിട്ടുണ്ട്. അത്തരം കമന്റുകൾ എടുത്തു വെച്ചുകൊണ്ട് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഫസൽ കാരാട്ട് ആ വീഡിയോയിൽ പ്രധാനമായും സംസാരിക്കുന്നത്. നമുക്ക് ആ ഭാഗം കൂടി ഒന്ന് കണ്ടു നോക്കാം. വായിച്ച് ഉദാഹരണത്തിന് കുറച്ച് കമന്റുകളെ ഞാൻ എടുത്തിട്ടുള്ളൂ, ഞാൻ ഓരോന്നും വായിച്ച് കേൾപ്പിക്കാം. കൊന്ന ആളെ കൊല്ലണം, അതിനെന്തിനാ ഈ കരച്ചില്? നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കമന്റ് പോലും അബ്ദുൾ റഹീമിന്റെ വിഷയത്തില് നമ്മൾ ആരും തന്നെ കണ്ടില്ല. ഒരാള് പോലും ഇത്തരത്തില് രംഗത്തെത്തിയിട്ടില്ലായിരുന്നു. അവൻ പറയുന്നത് അബ്ദുറഹീമിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിലുള്ള പണപ്പിരിവ് നടന്നല്ലോ. ആ സമയത്തൊന്നും ഒരാളും അബ്ദുറഹീമിനെതിരെ ഇത്തരത്തിലുള്ള മോശമായ ഒരു കമന്റും എവിടെയും ഇട്ടിട്ടില്ല. നമ്മൾ ആരും അത്തരത്തിലൊരു കമന്റ് കണ്ടിട്ടുമില്ല. എടാ ഫസലെ, എത്ര കമന്റുകൾ നിനക്ക് കാണണം? സംഘപരിവാറിട്ട എത്ര കമന്റുകൾ. പ്രത്യേകിച്ച് നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായ തീവ്ര ഹിന്ദുത്വവാദി അഡ്വക്കേറ്റ് കൃഷ്ണരാജിട്ട എത്ര പോസ്റ്റുകൾ നിനക്ക് കാണണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അബ്ദുറഹീമിന് വേണ്ടിയിട്ടുള്ള പണപ്പിരിവ് നടക്കുന്ന സമയത്ത് ഒരു ജിഹാദിയെ എന്തിന് നാട്ടിൽ കൊണ്ടുവരണം, എന്തിന് ഇങ്ങനെയൊക്കെ ഉള്ളവരെ നാട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ തീറ്റിപ്പോറ്റണം എന്ന രീതിയിൽ എത്ര സംഘപരിവാർ പ്രവർത്തകർ, നിന്റെ ആത്മസുഹൃത്തുക്കളായ, നിന്നോടൊപ്പം തോളിൽ കൈയിട്ട് നടക്കുന്ന, നിനക്ക് പണം തരുന്ന, നിനക്ക് ജീവിക്കാനുള്ള നക്കാപ്പിച്ച് തരുന്ന എത്ര സംഖ്യകളാണ് ആ രീതിയിലുള്ള കമന്റ് ഇട്ടത്. ഇതിനധികം പറയണം, 2 ദിവസങ്ങൾക്ക് മുമ്പ് അബ്ദുറഹീമിന്റെ കേസ് വീണ്ടും മാറ്റിവെച്ചുകൊണ്ടുള്ള വാർത്തകൾ വന്നപ്പോൾ ആ വാർത്തയ്ക്ക് താഴെ ഒരുത്തരിട്ട കമന്റാണ്, ഒരു സംഖ്യ ഇട്ട കമന്റാണ്, ഒരു തീവ്ര ഹിന്ദുത്വവാദി ഇട്ട കമന്റാണ്. അംഗപരിമിതനായ ഒരു കുഞ്ഞിനെ അല്പം പോലും മാനുഷിക പരിഗണനയില്ലാതെ സുഹൃത്തിന്റെ സഹായത്തിൽ കൊന്ന ഇവൻ എന്തിനാ ജയിൽ മോചിതനാകുന്നത്? അവിടെ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയാലും ഇവന് മാറ്റമൊന്നും സംഭവിക്കില്ലല്ലോ. വെറും 2 ദിവസങ്ങൾക്ക് മുമ്പ് അബ്ദുറഹീമിനെതിരെ വന്നൊരു കമന്റാണ്. നിമിഷപ്രിയയുടെ വിഷയത്തിൽ വന്ന കമന്റുകൾ എടുത്തു വെച്ചുകൊണ്ട് വല്ലാതെ വേവലാതിപ്പെടുന്ന ഫസൽ കാരാട്ടെ, നീ എന്തുകൊണ്ടാണ് ഇത്തരം കമന്റുകൾ കാണാതെ പോകുന്നത്? മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളും മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന ഇത്തരം പദപ്രയോഗങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള ചില കമന്റുകളൊക്കെ കാണുമ്പോൾ നീ എന്തുകൊണ്ടാണ് അതിനെതിരെ ഒന്നും പ്രതികരിക്കാത്തത്? വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ഏതെങ്കിലും ഒരു മനുഷ്യനെതിരെ എന്തെങ്കിലും പ്രതികരിച്ചാൽ ഉടൻ തന്നെ അതിനെതിരെ ഒരു വീഡിയോ തന്നെ ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ അലമുറയിട്ട് പ്രതികരിക്കുന്ന നീ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സെലക്റ്റീവായി മാറുന്നത്? ഇപ്പോൾ നീ നിമിഷപ്രിയയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു, നല്ല കാര്യം. ഞങ്ങൾ എല്ലാവരും നിമിഷപ്രിയയുടെ കൂടെയാണ്. എത്രയും പെട്ടെന്ന് അവർ ആ ജയിൽ മോചിതയായി നാട്ടിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെ ആഗ്രഹവും പ്രാർത്ഥനയും. നിമിഷപ്രിയയ്ക്ക് വേണ്ടി വലിയ ആവേശത്തിൽ പ്രതികരിക്കുന്ന നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ബിൽക്കിസ് ബാനുവിനെ നീ അറിയുമല്ലോ. അവർ നേരിട്ട കൊടിയ അക്രമങ്ങളെ കുറിച്ചും നീ കേട്ടിട്ടുണ്ടാവുമല്ലോ. അവരനുഭവിച്ച സമാനതകളില്ലാത്ത നീതി നിഷേധത്തെക്കുറിച്ചും നിനക്കറിയാമല്ലോ. നീ എപ്പോഴെങ്കിലും അവർക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടോ ഫസലെ? നീ എപ്പോഴെങ്കിലും അവർ നേരിട്ട നീതി നിഷേധത്തിനെതിരെ ഒരക്ഷരമെങ്കിലും നീ ഉരിയാടിയിട്ടുണ്ടോ? അവരെ ആക്രമിച്ച, അവരുടെ ജീവിതവും സ്വപ്നങ്ങളും എല്ലാം തകർത്തു കളഞ്ഞ ക്രൂരന്മാരെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ ജയിലിൽ നിന്നും പൂർണ്ണമായും അവരെ ജയിൽ മോചിതരാക്കി പുറത്തെത്തിച്ചപ്പോൾ എല്ലാ ആളുകളും അതിനെതിരെ സംസാരിച്ചപ്പോൾ ഒരു വാക്ക് നീ അവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ടോ? ആ രാജ്യദ്രോഹികൾക്കെതിരെ, ആ തെമ്മാടികൾക്കെതിരെ, ആ അക്രമികൾക്കെതിരെ ഒരു വാക്ക് പറയാൻ നിന്റെ നാവ് പൊങ്ങിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നിനക്കത് ചെയ്യാൻ കഴിയില്ല. കാരണം നിനക്ക് ചെലവിന് തരുന്നത്, നീയും നിന്റെ ഭാര്യയും മക്കളും സുഭിക്ഷമായി 3 നേരം ആഹാരം കഴിക്കുന്നത് അവർ തരുന്ന നക്കാപ്പിച്ച കൊണ്ടാണ്. അതുകൊണ്ട് നിന്നെപ്പോലെയുള്ളവർക്ക് നിമിഷപ്രിയ എന്നല്ല, അബ്ദുറഹീം എന്നല്ല, ഈ ലോകത്ത്, ഈ നാട്ടില് അനീതി അനുഭവിക്കുന്ന, അക്രമങ്ങൾ അനുഭവിക്കുന്ന, അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഏതെങ്കിലും നാട്ടിൽ കുടുങ്ങിപ്പോയ ഒരു മനുഷ്യർക്ക് വേണ്ടിയും സംസാരിക്കാനുള്ള യോഗ്യത നിന്നെപ്പോലെയുള്ളവർക്കില്ല. ഇവരെപ്പോഴും മുസ്ലിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ
അതിൽ പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനും ഒരു മുസ്ലിമാണ്, ഞാനും ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഉമയ്യ ഇബ്നു കഅബ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഇയാൾ എപ്പോഴും മുസ്ലിങ്ങളുടെ കൂടെയാണ് നടക്കുക. എന്നിട്ട് പറയും, ഞാൻ മുസ്ലിമാണ്, ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. അങ്ങനെ ഇരിക്കെ ഇയാൾ ഒരു ദിവസം കുറെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അവരോടായി പറഞ്ഞു, നിങ്ങൾ ആരും ഇനി മുഹമ്മദിനും മുഹമ്മദിന്റെ അനുയായികൾക്കും പൈസ കൊടുക്കരുത്, ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും അവർക്ക് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് ഇവരെ, ഈ മുസ്ലിങ്ങളെ നമുക്ക് മദീനത്ത് നിന്ന് നാട് കടത്തണം. അതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അതിന്റെ ആദ്യ പടിയെന്ന നിലയിൽ അവർക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുന്ന പരിപാടി ആദ്യം നമ്മൾ അവസാനിപ്പിക്കണം. ഈ രീതിയിൽ വലിയൊരു ഗൂഢാലോചന ഈ ഉമയ്യ ഇബ്നു കഅബ് കുറെ ആളുകളുമായി ചേർന്ന് നടത്തുന്നത് മുസ്ലിമായ വിശ്വാസിയായ സയ്യിദ് ഇബ്നു അർഖ എന്ന സ്വഹാബി കാണാൻ ഇടയായി. അദ്ദേഹത്തിന് അത് വലിയ ഷോക്കായി. മുസ്ലിമാണെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നടന്ന ഒരാള് മുസ്ലിങ്ങളെ തുരത്താൻ, മുസ്ലിങ്ങളെ തകർക്കാൻ ശത്രുക്കളോടൊപ്പം ചേർന്ന് പുതിയ പദ്ധതികൾക്ക് പ്ലാൻ ചെയ്യുന്നത് കണ്ട് ഈ സ്വഹാബി പെട്ടെന്ന് തന്നെ ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിക്കുന്നു. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമയ്യ ഇബ്നു കഅബിനെ വിളിച്ചു വരുത്തി സയ്യിദ് ഇബ്നു അർഖിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഈ വിഷയത്തിൽ ഒരു കൃത്യത വരുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ ചോദിക്കുന്നു. ഉടനെ ഉമയ്യ ഇബ്നു കഅബ് പറഞ്ഞു, അങ്ങനൊരു സംഭവമേ എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല, അത്തരത്തിലൊരു ഗൂഢാലോചനയും ഞാൻ നടത്തിയിട്ടില്ല. സയ്യിദ് ഇബ്നു അർഖിന് ആള് മാറിപ്പോയതായിരിക്കും, ഞാൻ അങ്ങനെ ഒരാളെ അല്ല എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വളരെ നിരപരാധിയായി അഭിനയിച്ചുകൊണ്ട് ഉമയ്യ ഇബ്നു കഅബ് സംസാരിച്ചു. ഈ വിഷയത്തിൽ മറ്റു തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഉമയ്യ ഇബ്നു കഅബ് പറഞ്ഞത് വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടുപേരോടും തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ സഹാബിയായ സയ്യിദ് ഇബ്നു അർഖിന് ഇത് വലിയ വിഷമമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുക, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ കുറിച്ച് ഞാൻ അപവാദ കഥകൾ പറഞ്ഞു എന്നല്ലേ പ്രവാചകർ ചിന്തിക്കുക എന്ന രീതിയിൽ വലിയ വിഷമത്തിൽ അങ്ങനെ ഒരു ഭാഗത്തിരിക്കുമ്പോഴാണ് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തുൽ മുനാഫിഖൂൻ എന്ന അധ്യായം പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. ആ അധ്യായത്തിന്റെ ഇതിവൃത്തം കൃത്യമായ മുന്നറിയിപ്പാണ്. സൃഷ്ടാവായ അള്ളാഹു നൽകുന്ന കൃത്യമായ മുന്നറിയിപ്പ്. ഒരേ സമയത്ത് മുസ്ലിമായി നിങ്ങളുടെ കൂടെ നടക്കുകയും മുസ്ലിമാണെന്ന് അഭിനയിക്കുകയും ചെയ്യുന്ന ചിലർ യഥാർത്ഥത്തിൽ കപടന്മാരാണ്, കപട വിശ്വാസികളാണ്, മുനാഫിക്കുകളാണ്. അവരെ തൊട്ട് സൂക്ഷിക്കണം, അവരുടെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകമായ ശ്രദ്ധ വെച്ച് പുലർത്തണം എന്ന രീതിയിലുള്ള കൃത്യമായ സന്ദേശമാണ് സൂറത്തുൽ മുനാഫിഖൂനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ഖുർആൻ മുന്നറിയിപ്പ് കൊടുത്ത കപട വിശ്വാസിയായ മുനാഫിക്കായ അന്നത്തെ ഉമയ്യ ഇബ്നു കഅബിന്റെ ഇന്നത്തെ അനുയായിയാണ്, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയാണ് ഈ ഫസൽ കാരാട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ഉമയ്യ ഇബ്നു കഅബാണ് ഫസൽ കാരാട്ട്. അതുകൊണ്ട് ഫസൽ കാരാട്ടിനെ പോലെയുള്ള മുനാഫിക്കീങ്ങളെ, കപട വിശ്വാസികളെ, ദീനിനെയും സമുദായത്തെയും ഒറ്റുകൊടുക്കുന്ന ഒറ്റുകാരെ മുസ്ലിം സമുദായം എപ്പോഴും കരുതിയിരിക്കണം, സൂക്ഷിക്കണം. സംഘപരിവാറിന്റെയും ക്രിസംഖികളുടെയും മുസ്ലിം വിരുദ്ധരുടെയും ഇസ്ലാമിന്റെ ശത്രുക്കളുടെയും സ്നേഹലാളനകൾ ഏറ്റുവാങ്ങി ജീവിക്കുന്ന, അവരുടെ നക്കാപ്പിച്ച വാങ്ങി നക്കി ജീവിക്കുന്ന ഇവരെ പോലെയുള്ളവർ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട്, അല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ വന്നിട്ട് ഞാൻ മുസ്ലിമാണ്, ഞാൻ വിശ്വാസിയാണെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ, ഇവരെ പോലെയുള്ള ഇത്തരത്തിലുള്ള മുനാഫിക്കീങ്ങളെ, ഇത്തരത്തിലുള്ള കപട വിശ്വാസികളെ, ഫസൽ കാരാട്ടെന്ന ഉമയ്യ ഇബ്നു കഅബിനെ തിരിച്ചറിയാനുള്ള സവിശേഷ ബുദ്ധി മുസ്ലിങ്ങൾക്കുണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.